ഹായ് ഹലോ അഗ്ലോനിമ ചെടി എന്ത് ഭംഗിയാണല്ലേ. നിറങ്ങളുടെ വൈവിധ്യം കൊണ്ട് ഇത് വളരെ പോപ്പുലറായിരിക്കുന്ന ഒരു ചെടിയാണ്. വളരെ കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള ചെടിയാണ് ഇന്ന് കാണിക്കുന്ന അഗ്ലോനിമ. അപ്പോൾ ഈ അഗ്ലോനിമ പ്ലാന്റിൽ കൂടുതൽ ഷൂട്ട്സ് വരാനും ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി. അതേപോലെ കരിയില കമ്പോസ്റ്റ് പല വീഡിയോകളിലും കാണുന്നുണ്ട്, അത് ഫലപ്രദമാണോ എന്നും പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കാര്യവും മനസ്സിലാവും. പിന്നെ നമ്മൾ വലിച്ചു നീട്ടി കുറേ പറയാതെ പെട്ടെന്ന് പോയിന്റ്സ് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ വീഡിയോ, കൂടുതൽ അറിവുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ, ചെടികൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂമുറ്റം ചാനൽ ഉപകാരപ്രദമാവും. ഈ പൂമുറ്റം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു തവണ കണ്ട് പെട്ടെന്ന് ചാനലിൻ്റെ വീഡിയോ ഒന്നുകൂടി കാണണം തോന്നുകയാണെങ്കിൽ പൂമുറ്റം എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. പൂമുറ്റം സെർച്ച് ചെയ്താൽ നമ്മുടെ ഈ പൂമുറ്റം എന്നുള്ള പേരിൽ ഈ ഒരൊറ്റ ചാനലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെർച്ചിൽ വരും. അപ്പം അഗ്ലോനിമ ചെടിയല്ല, എന്താ ഭംഗി! പച്ച, പിങ്ക്, ചുവപ്പ്, വെള്ള, സിൽവർ, എന്തോരം മനോഹരമായ ഇലകളാണല്ലേ. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇൻഡോറിലെ ഏറ്റവും മികച്ച പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗ്ലോനിമ തന്നെയാണ്. വീടുകൾക്കും ഓഫീസുകൾക്കൊക്കെ വളരെ അനുയോജ്യമായ ഒരു പ്ലാന്റ് ആയിട്ടാണ് അഗ്ലോനിമ പറയുന്നത്. ദിവസവും പ്രത്യേക ശ്രദ്ധയൊന്നും ആവശ്യമില്ലാത്ത, ഇടയ്ക്ക് മാത്രം നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. വീടിൻ്റെ ഭംഗി കൂട്ടുന്ന അലങ്കാര ചെടികളിൽ നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗ്ലോനിമ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ചെടി എടുത്തിട്ട് അതിൻ്റെ വേര് കട്ട് ചെയ്തിട്ട് വേര് മാത്രമായിട്ടും കട്ടിങ്സ് സെപ്പറേറ്റ് ആയിട്ടും നടാവുന്നതാണ്. അങ്ങനെ 2 ചെടി ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ല വലുപ്പമുള്ള കട്ടിങ്സ് ഒക്കെ ആണെങ്കിൽ 2 or 3 ചെടികൾ നമുക്ക് എളുപ്പം ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷൂട്ടുകൾ വർദ്ധിപ്പിക്കാൻ മെയിനായിട്ടും നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്. പുതിയ ഇലകൾക്കും വളർച്ചയ്ക്കും സഹായിക്കും നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങളായാൽ. പിന്നെ ഫോസ്ഫറസ്, വേരുകൾ ശക്തമാകാൻ ഫോസ്ഫറസ് ആവശ്യമാണ്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് നമ്മുടെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കിലൊക്കെ ഉണ്ട്. പിന്നെ ഫോസ്ഫറസ് വേരുകൾ ശക്തമാവാനാണ്, അത് എല്ലുപൊടിയിലുണ്ട്. പിന്നെ നമുക്ക് ഓർഗാനിക് വളങ്ങളായിട്ട് വേർമി കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഒരുപാട് പേര് ചോദിക്കേണ്ടായി കരിയില കമ്പോസ്റ്റ് ഫലപ്രദമാണോ എന്ന്. വളരെ ഫലപ്രദമാണ്. മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും ഈർപ്പം നിലനിർത്താനും ഗുണകരമായ സൂക്ഷ്മജീവികളെ വർദ്ധിപ്പിക്കാനും ഒക്കെ കരിയില കമ്പോസ്റ്റ് ഫലപ്രദമാണ്. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്, ഈ കരിയില കമ്പോസ്റ്റിൽ നിറയെ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് എല്ലാ പോഷകങ്ങളും ഒറ്റയടിക്ക് കരിയില കമ്പോസ്റ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയോ ഒക്കെ കൂടി ചേർക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു പോട്ടി മിക്സായി മാറുന്നത്. കരിയില കമ്പോസ്റ്റ് മാത്രം ഇട്ടാൽ അത്ര ഫലപ്രദമല്ല. പിന്നെ നന്നായിട്ട് ഉണങ്ങാത്ത പൊടിയാത്ത കരിയില കമ്പോസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഫംഗസ് കയറുകയും റൂട്ട് റോട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കരിയില കമ്പോസ്റ്റ് ഫലപ്രദമാണ്, നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് വളങ്ങളും കൂടി ചേർത്താലാണ് കൂടുതൽ മണ്ണ് മെച്ചപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ പൂർണ്ണമായ ഒരു വളമായിട്ട് കരിയില കമ്പോസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിലുള്ള മറ്റ് വളങ്ങളും കൂടി ഉപയോഗിക്കുമ്പോഴാണ് നന്നായിട്ട് വരുന്നത്. പൂർണ്ണമായി കമ്പോസ്റ്റ് ആകാത്ത കരിയില കമ്പോസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചൂട് കൂടുകയും വേരുകൾക്ക് ദോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ കരിയില കമ്പോസ്റ്റ് മാത്രം ഉപയോഗിക്കുക. പിന്നെ അധികമായാൽ പൊട്ടി മിക്സ് കുറച്ച് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വായുസഞ്ചാരം കുറഞ്ഞിട്ട് വേരുകൾക്ക് അത് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ വെള്ളം കൂടുതലായി പിടിച്ചു നിർത്തിയാലും വേര് ചെയ്യുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പോൾ 100% കരിയില കമ്പോസ്റ്റ് ഫലപ്രദമല്ല. ചെറിയ അളവിൽ ഉപയോഗിക്കുക. നന്നായിട്ട് പൊടിഞ്ഞതെടുത്താൽ ഫലപ്രദമാണ്. പക്ഷേ അതിനേക്കാളും ഫലപ്രദമായിട്ട് പോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കാൻ നല്ലത് ഉമ്മിയാണ്. ഉമ്മിയും ചാണകപ്പൊടിയും അല്ലെങ്കിൽ കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ബെസ്റ്റ് ചോയ്സ് മണലുണ്ടെങ്കിൽ മണലിടാവുന്നതാണ്. നല്ല ചരല് കൂടിയ മണ്ണെടുക്കുക, അല്ലെങ്കിൽ ഉമ്മി വളരെ ഫലപ്രദമാണ്. എയർ സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വേരുകൾ വളരാനും വേരുകൾ വ്യാപിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ചെടിയായിട്ട് വളർന്നു വരികയും പെട്ടെന്ന് ഷൂട്ട്സ് വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് വെർമി കമ്പോസ്റ്റ് ഒരു 40% ആണെങ്കിൽ ഉമ്മി ഒരു 20%, വേപ്പിൻ പിണ്ണാക്ക് ഒരു 20%, ബോൺ മീൽ ഒരു 10%, ബാക്കി മണലും മണ്ണും മിക്സ് ചെയ്ത മണ്ണും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു പോട്ടി മിക്സാണ്. ഏത് ചെടിയുടെ അടിസ്ഥാനം
സ്ഥാനം പോട്ടിംഗ് മിക്സ് നന്നായിട്ട് ലൂസ് പൊടിയായിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ട്സ് വരികയും നല്ല ഹെൽത്തി പ്ലാന്റായി വരികയും ചെയ്യും. അപ്പോൾ മാസത്തിലൊരിക്കൽ NPK പോലുള്ള കാര്യങ്ങൾ കൊടുത്താൽ വളരെ ഫലപ്രദമാണ്. പിന്നെ പരോക്ഷമായൊരു വെളിച്ചോട്ടം ഇൻഡയറക്റ്റ് ലൈറ്റാണ് ചെടിക്ക് വേണ്ടത്. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. നല്ലൊരു പോട്ടിംഗ് മിക്സ് ആകുമ്പോൾ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറില്ല. എന്നാലും ഡ്രൈനേജ് ഹോളൊക്കെ ക്ലിയർ ആക്കി വെക്കുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ചെടിയും വളർച്ചയും പുതിയ ഷൂട്ട്സും ഒക്കെ വരുന്നത്. അപ്പോൾ അഗ്ലോനിമ ചെടിയുടെ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഈസി കെയറിങ് ആണ്. നമുക്ക് അധികം വെള്ളം കൊടുക്കണ്ട, അധികം വെളിച്ചം വേണ്ട, ഒരുപാട് വെറൈറ്റി ഉണ്ട്. നല്ലൊരു പോട്ടിംഗ് മിക്സും കൃത്യമായ വളങ്ങളും ചെയ്താൽ നിറയെ ഷൂട്ട്സ് വരികയും ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കുകയും ചെയ്യും. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കെമിക്കൽ വളങ്ങളാണോ ഇതിന് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ പോലുള്ള കാര്യങ്ങൾ കുറച്ച് മണ്ണൊക്കെ ഇളക്കിയിട്ട് കൊടുത്താൽ തന്നെ ചെടി നന്നായിട്ട് വരും. പിന്നെ പോട്ടിംഗ് മിക്സിൽ ഉമി ഫലപ്രദമാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ട് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെ ഒരു 2-3-4 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഉമിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് എനിക്ക് ഭയങ്കര ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് റൂട്ട് ക്ലിയറായി പുതിയ ഷൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഉമിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കെമിക്കലായിട്ടുള്ള ചെടികളുടെ വളർച്ചയ്ക്കുള്ള മിറാക്കിൾ ഗ്രോ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? പിന്നെ അഗ്ലോനിമ നിറയെ ഷൂട്ട്സ് വരണമെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റായി നല്ല പച്ചപ്പിൽ നല്ല ഷൈനിങ്ങിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ വെള്ളം അധികം ഒഴിക്കരുത്. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഒഴിക്കുക. വേര് ചെയ്യലിന് പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ചെടി നശിച്ചു പോകുന്നത്. അധികം വെള്ളം കൊടുക്കാതിരിക്കുക. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കാതിരിക്കുക. നല്ലൊരു എന്താ പറയുക ഡ്രൈനേജ് ഹോൾ ക്ലിയറായി നിൽക്കുന്ന നല്ലൊരു ലൂസ് പോട്ടിംഗ് മിക്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ പോട്ടിംഗ് മിക്സ് അതാണെങ്കിൽ ഫലപ്രദമായിരിക്കും. നല്ല ഉച്ചവെയിലൊന്നും കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കരുത്. ഇലകൾക്ക് പൊള്ളലേൽക്കുകയും സൈഡിലൂടെ കളർ ചേഞ്ച് ആവുകയും ഇലകൾ മങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ പൂർണ്ണമായി ഇരുണ്ട സ്ഥലത്ത് വെച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. വളർച്ച മന്ദഗതിയിലാവും, ഷൂട്ട്സ് വരത്തില്ല. പിന്നെ പല ആൾക്കാരും വളം കൂടുതൽ കൊടുത്താൽ ചെടി നന്നാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല. വളം വളരെ കുറച്ചേ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. മാസത്തിൽ ഒരു വട്ടം മാത്രമേ വളം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പഴകിയതോ പൂർണ്ണമായി കമ്പോസ്റ്റ് ആകാത്ത കമ്പോസ്റ്റോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലെ കരിയില കമ്പോസ്റ്റോ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെടിയിൽ ഉപയോഗിക്കരുത്. പൂർണ്ണമായി കമ്പോസ്റ്റായിട്ട് മാറിയ പൊടിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകമായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ ചെടി പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഉണങ്ങിയ കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കുക. ഡ്രൈനേജ് ഹോളുള്ള ചട്ടി എടുക്കണം. പിന്നെ ചെറിയ ചെടിക്ക് ചെറിയ ചട്ടി, വലിയ ചെടിക്ക് വലിയ ചട്ടി. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. രോഗബാധയുള്ള ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുക. അത് ആ ചട്ടിൻ്റെ അടുത്തൊന്നും ഇടാതെ കുറേ ദൂരെ കൊണ്ടിടുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി മാറ്റരുത്. ഒരു 2-3 വർഷം കൂടുമ്പോഴാണ് ചട്ടിയൊക്കെ മാറ്റേണ്ടത്. കീടങ്ങളോ ഫംഗസോ ഉണ്ടെങ്കിൽ നീം ഓയിലോ അല്ലെങ്കിൽ കോണ്ടഫോ അല്ലെങ്കിൽ സാഫു മാജിക് കൂടിയൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി 100% പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ പൂമുറ്റം ചാനലിൽ ഇന്ന് പറഞ്ഞ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഭാഗമാവുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു. ബൈ ബൈ.